ചടയമംഗലത്തിന്റെ വികസനവും വികസന മുരടിപ്പും. ചടയമംഗലം ഇങ്ങനെയായാൽ മതിയോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെ പറ്റി സാക്ഷി ടി.വിയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതിൽ ചടയമംഗലം പഞ്ചായത്തിലെ പ്രതിപക്ഷത്തെ പറ്റിയും ചില വിമർശനങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിമർശനങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ തള്ളിക്കളയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDFന്റെ 2 അംഗങ്ങളാണുള്ളത്. ഈ അംഗങ്ങൾ അവിടെ പഞ്ചായത്തിൽ കമ്മിറ്റിക്ക് ചർച്ചയ്ക്ക് വരുന്ന ഓരോ വിഷയത്തിലും ആവശ്യാനുസരണം പ്രതികരിക്കുകയും ഇറങ്ങിപ്പോകേണ്ട വിഷയത്തിൽ ഇറങ്ങിപ്പോവുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തേണ്ട വിഷയങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയുമാണ് മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ ശക്തമായ പ്രതിഷേധം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അകത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും UDFന്റെയും നേതൃത്വത്തിൽ പല വിഷയങ്ങളിൽ സമരം നടത്തുന്നുണ്ട്. ഈ അടുത്ത് തന്നെ നടന്ന സമരമാണ് ചടയമംഗലം പഞ്ചായത്തിലെ ഹോസ്പിറ്റലിലെ ശോച്യാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. അവിടെ നമുക്കറിയാം 4 ഡോക്ടർമാരുള്ള വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഇന്ന് ഡോക്ടർമാരോ അവിടെ മരുന്നുകളോ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനെതിരെ ശക്തമായ മാർച്ചും ധർണയും ആ ഹോസ്പിറ്റലിലേക്ക് നടത്തി. ഏതാനും മാസങ്ങൾ മാത്രമേ നടത്തിയിട്ടാവുന്നുള്ളൂ. സമരത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങൾ ഡോക്ടർമാരെ നിയമിച്ചെങ്കിലും വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ഇപ്പോൾ വീണ്ടും പോയിരിക്കുകയാണ്. അതുകൂടാതെ നമുക്കറിയാം ചടയമംഗലത്തെ KSRTC സബ് ഡിപ്പോയെ അനുവദിച്ചത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ചടയമംഗലത്തിന് MLA ആയിരുന്നപ്പോഴാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് ആ സബ് ഡിപ്പോയുടെ അവസ്ഥ? ഇന്ന് അവിടെ ബസ്സുകളില്ല, ഷെഡ്യൂളുകളെല്ലാം വെട്ടിക്കുറച്ചിരിക്കുന്നു. അവിടുത്തെ ഓഫീസ് സംവിധാനം പാടെ നിർത്തലാക്കി. അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളെയും ജീവനക്കാരെയും ഫർണിച്ചർ അടക്കം കൊട്ടാരക്കര ഡിപ്പോയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ചോദിക്കാനും പറയുവാനും ഭരണക്കാരും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിനെതിരെ ഞങ്ങൾ അവിടെ AT ഓഫീസ് ഉപരോധിച്ചു. അവിടെ അതുകൂടാതെ ചടയമംഗലം KSRTCയിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു ഓഫീസാണ് എക്സൈസ് ഓഫീസ്. എത്രയോ നാളുകളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഓടുന്ന ഒരു ജീപ്പ് പോലും ഇല്ലായിരുന്നു. ആ അവസ്ഥയിൽ എക്സൈസ് ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്തി, റോഡ് ഉപരോധിച്ചു. ഇതിലെല്ലാം ചടയമംഗലം പോലീസ് ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കേസുകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സപ്ലൈകോയിൽ എത്രയോ നാളുകളായി സപ്ലൈകോയിൽ സാധനമില്ല. ഇതിനെതിരെ പോരയിടത്ത് വെച്ച് ഞങ്ങൾ സപ്ലൈകോയിൽ സാധനമില്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധർണാ സമരം നടത്തി. അതുപോലെ തന്നെ ചടയമംഗലം പഞ്ചായത്തിലെ എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായ സമരമാണ് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് എത്രയോ നാളുകളായി ഇടിച്ച് പൊളിച്ചിട്ടിട്ട് ഒരു തറക്കല്ല് പോലും വിടാൻ ഈ ഭരണക്കാർ കഴിഞ്ഞിട്ടില്ല. ചടയമംഗലം ഹോസ്പിറ്റലിന് മുകളിൽ പകൽ വീടെന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് അത് കാട് കയറി നശിച്ചു കിടക്കുകയാണ്. എത്രയോ വട്ടം വാർത്തകൾ സാക്ഷി ടിവിയിൽ അടക്കം വന്നതാണ്. എന്നിട്ട് യാതൊരു നടപടി അധികാരികൾ കൈക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലം മാർക്കറ്റ് നിർത്തിയിട്ട് ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് നിർത്തിയ മാർക്കറ്റാണ്. ഇതുവരെ തുടങ്ങാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതെല്ലാം പഞ്ചായത്തിന്റെ അനാസ്ഥയാണ്. ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ്. സർക്കാരിന്റെ യാതൊരുവിധ പണവുമില്ല. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ സബ് ട്രഷറി, സബ് രജിസ്റ്റർ ഓഫീസ് തുടങ്ങിയ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ എല്ലാം കെട്ടിടം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു തറക്കല്ല് പോലും ഇടുവാൻ ഭരണക്കാർ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മന്ത്രിയുണ്ട്, നമ്മുടെ MLA മന്ത്രിയാണ്. എന്നാൽ യാതൊരുവിധ വികസനങ്ങളും ചടയമംഗലത്തിന് വേണ്ടി ചെയ്യുവാൻ ഈ മന്ത്രി തയ്യാറാകുന്നില്ല. ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിനെയും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്റ്റേഡിയം എത്രയോ നാളുകളായി ആ സ്റ്റേഡിയത്തിൽ എല്ലാ വർഷവും നിർമ്മാണ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അതൊരു മികച്ച സ്റ്റേഡിയമായി കായിക താരങ്ങൾക്ക് ഉപയോഗകരമായ രീതിയിൽ വിട്ടുകൊടുക്കുവാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ വർഷവും അവിടെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പഠനം നടക്കുകയാണ്. അതിന്റെ പിന്നിൽ കൊടിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ നാളുകളായി ഇത് പണിയുന്നു. ഇത് പണിഞ്ഞിട്ട് തീരാത്ത ഒരു ചെളിക്കളമായി നമ്മുടെ ആ കളിക്കളം മാറിയിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഒട്ടനവധി അഴിമതി ആരോപണങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ചടയമംഗലത്ത് UDF അവസരം കിട്ടിയപ്പോൾ UDF MLA ആയി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കടന്നു വന്നപ്പോൾ ഇവിടെ നിരവധിയായ വികസനങ്ങൾ കൊണ്ടുവന്നു. ഒട്ടനവധി സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. IHR ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം, സബ് ട്രഷറി, KSRTC സബ് ഡിപ്പോ അടക്കം ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. നമുക്കറിയാം ഇന്ന് ലോകശ്രദ്ധ ആകർഷിച്ച ടൂറിസം വകുപ്പിടത്തെ ലോകശ്രദ്ധ ആകർഷിച്ച ഒരു വൻ പദ്ധതിയാണ് ജഡായുപ്പാറ ടൂറിസം. ഈ പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് രാജീവ് അഞ്ചൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ ഏവരും കേട്ടതാണ്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ പോസ്റ്ററുകളിലും ജഡായുവിന്റെ ശില്പം അടിച്ചിട്ടാണ്, ശില്പത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് പോസ്റ്ററുകൾ അടിക്കുന്നത്. ഈ പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? ഇത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്നതാണ്. അന്ന് MLA ആയിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിൽ ആദ്യം 2 വിളക്കുകൾ ആ പാറയുടെ മുകളിൽ സ്ഥാപിച്ചപ്പോൾ കുരങ്ങന്മാർക്ക് വെട്ടം കാണുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം അതിനെ പരിഹസിക്കുകയും ആ ലൈറ്റുകൾ കല്ലെറി നേർക്കുകയും ചെയ്ത ഒരു സമയം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇന്ന് ആ വികസനത്തിന്റെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാനാണ് ഇവർ നടത്തുന്ന ശ്രമം അങ്ങേയറ്റം അപലനീയമാണ്. 2 തവണ
മന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരു സ്ഥലമാണ് ചടയമംഗലം. ഈ ശ്രീ മുല്ലക്കര രത്നാകരൻ ഇവിടെ നിന്ന് മന്ത്രിയായി പോയി. ഇപ്പോഴത്തെ നമ്മുടെ MLA ചിഞ്ചൂറാണ് ഇവിടെ മന്ത്രിയാണ്. എന്ത് വികസനമാണ് ഈ നാട്ടിൽ കൊണ്ടുവന്നത് നമ്മൾ ആലോചിക്കണം. അവർ പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തണം. ശക്തമായ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരണം. അവർ മുല്ലക്കര രത്നാകരൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ചടയമംഗലത്ത് മിനി സിവിൽ സ്റ്റേഷൻ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു മിനി സിവിൽ സ്റ്റേഷൻ എന്നുള്ള ഒരു കല്ല് പോലെ ഇടുവാൻ ഇവിടെ ഭരിക്കുന്നവർ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? ഇവിടെ പ്രതിപക്ഷമാണോ ഇവിടുത്തെ വികസന തടസ്സം? ഇതിലെല്ലാം വ്യക്തമായ മറുപടി പറയുവാൻ ഈ ഇടത് നേതൃത്വം തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.